ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് അറ്റൻഡൻസ് എല്ലാവരും മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പാഠം 3 എന്താണ് പേര്? കാരുണ്യത്തിന്റെ വെള്ളിൽപ്പറവ. എന്താണ് പാഠം മൂന്നാമത്തത്? കാരുണ്യത്തിന്റെ വെള്ളിൽപ്പറവ. ആരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആരെ കുറിച്ചാ? മദർ തെരേസയെ പറ്റിയാണ് അല്ലേ? ഓക്കെ, ആരായിരുന്നു മദർ തെരേസ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? മനുഷ്യ നന്മക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള മഹാത്മാക്കളാണ്. അതിൽ ഒരാളാണ് ആര്? നമ്മുടെ മദർ തെരേസ അല്ലേ? നമുക്കൊന്ന് നോക്കാം അല്ലേ, ആരാണ് അവരെന്നല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കാരുണ്യത്തിന്റെ വെള്ളിൽപ്പറവ 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനം. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയിയായ ഈ അമ്മ. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത്. എന്റെ സഹോദരനിൽ ഏറ്റവും എളിവന് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാരംഭരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. ആസന്നമരായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറന്നെത്തി. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 27 മദർ തെരേസ പൂജാതിയായി. കുട്ടിക്കാലത്തെ പേര് ആഗ്നസ് എന്നായിരുന്നു. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ്. ചുവന്നു തുടുത്ത ആ പെൺകുട്ടിയെ ഹോക്സ് എന്നും വിളിച്ചിരുന്നു. പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വരവിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കഥനക്കടലിലാഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 18ാമത്തെ വയസ്സിൽ ആ ആഗ്രഹം സാഫല്യത്തിലെത്തി. ആഗ്നസ് കന്യകാമഠത്തിൽ ചേർന്നു. കൽക്കത്തയിൽ സേവനമർപ്പിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. 1929 ജനുവരി 6 ആഗ്നസ് കൽക്കത്തയിലെത്തി. 2 വർഷത്തെ നവസന്യാസിനി പരിശീലനത്തിനു ശേഷം ഒരു ലൊറേറ്റ കന്യാസ്ത്രീയായി അവർ വ്രത വാഗ്ദാനം ചെയ്തു. ഇതോടെ ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടു. കുറെ കാലം അവർ ഒരു അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്നു. നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. സദാ ലാളിത്യവും സന്മനോഭാവവും വച്ചു പുലർത്തിയ ഒരമ്മ. കൽക്കത്തയിലെ തെരുവീതികളിൽ അങ്ങിങ്ങായി കെട്ടിരുന്ന ആർത്തനാദം മദർ തെരേസയുടെ കാതുകളിൽ വന്നലക്കാൻ തുടങ്ങി. നിരാലംബരായ ആ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അമ്മയുടെ ജീവിതം. കൽക്കത്തയിലെ ചേരികളിലേക്ക് ഒരു മാലാഖയെ പോലെ അവർ പറന്നു ചെന്നു. പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ആലംബഹീനരായ രോഗികളെ പാർപ്പിക്കുന്നതിന് അവർ കൽക്കത്തയിൽ നിർമ്മൽ ഹൃദയി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. മരണാസന്നയായ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു നിർമ്മൽ ഹൃദയിലെ ആദ്യത്തെ അന്തേവാസിനി. മാനസിക രോഗികളും കുഷ്ഠരോഗികളും ക്ഷയരോഗികളും മന്ദബുദ്ധികളും വികലാംഗരും മറ്റും മദർ തെരേസയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർ പോറ്റമ്മയായിരുന്നു. കഷ്ടപ്പെടുന്നവർക്കും കണ്ണീരൊഴുക്കുന്നവർക്കുമായി അവർ നിരവധി അനാഥാലയങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളും ശയ്യാഗൃഹങ്ങളും പണികഴിപ്പിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. പല സന്ദർഭങ്ങളിലും മദറിന്റെ സേവനങ്ങൾ ലോകജനതയ്ക്ക് സാന്ത്വനമായി മാറി. മദറിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് അംഗീകാരമായി നിരവധി ബഹുമതികൾ അവരെ തേടിയെത്തി. 1979 മദറിന് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1980 രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി ഇന്ത്യൻ ഭരണകൂടം മദറിനെ ആദരിച്ചു. ഇതിനു പുറമെ പത്മശ്രീ, മാക്സസെ അവാർഡ്, അന്താരാഷ്ട്ര പോപ്പ് ജോൺ പ്രൈസ്,
നെഹ്റു അവാർഡ്, രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ്, ഗുഡ് സമരിറ്റൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും മദറിനെ തേടിയെത്തി. എല്ലാ മതങ്ങളോടും മദറിന് ബഹുമാനമായിരുന്നു. ചുരുക്കത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും രക്ഷയ്ക്കായി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു വെള്ളിൽ പറവയായിരുന്നു മദർ തെരേസ. അല്ലേ? അപ്പൊ മദർ തെരേസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് കാര്യങ്ങള്? മദർ തെരേസ ആരായിരുന്നു, എന്തൊക്കെ അവാർഡുകളാണ് അവരെ തേടി എത്തിയിട്ടുള്ളത് അല്ലെ, എങ്ങനെയായിരുന്നു അവര് പ്രശസ്തിയായത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. 1997 സെപ്റ്റംബർ 5 അല്ലെ, അന്ന് എന്തായിരുന്നു പ്രത്യേകത? 1997 സെപ്റ്റംബർ 5 എന്താ ഉണ്ടായത്? ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞേ? ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് വിട പറഞ്ഞ ദിവസം. എന്താ അങ്ങനെ പറഞ്ഞ? ലോകത്തോട് വിട പറയുക എന്താണ്? പറഞ്ഞോ. അല്ലെ, അവര് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞാ മദർ തെരേസ മരിച്ച ദിനമായിരുന്നു. എപ്പോഴ്? 1997 സെപ്റ്റംബർ 5 അല്ലെ, മദർ തെരേസ മരിച്ച ദിവസമായിരുന്നു. അപ്പോ ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിനമായിരുന്നു അന്ന് എന്നാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, അത്രയ്ക്കും അതിന് പ്രാധാന്യമുണ്ട് അല്ലെ. എങ്ങനെയുള്ള ആളായിരുന്നു എന്നാ പറഞ്ഞേ? ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ അല്ലേ. എങ്ങനെയുള്ള ആളായിരുന്നു? ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെന്താ പറഞ്ഞേ? സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ഈ ദയാമയ്യായ ഈ അമ്മ അല്ലേ. അപ്പൊ എന്താ ചെയ്ത്? സ്നേഹവും സേവനവും. സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയാം, സേവനം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ സഹായിക്കുക, സേവനം. പ്രാർത്ഥനയും അല്ലെ, ദൈവത്തില് അകമഴിഞ്ഞ വിശ്വാസം വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ. ഒരുപാട് മഹാന്മാരുണ്ട് അല്ലെ, അതിലൊരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ അല്ലെ. കാരുണ്യവതിയായിരുന്നു എന്നർത്ഥം. അതാണ് ആ പാരഗ്രാഫ് പറഞ്ഞത്. അപ്പോ 1990 അണ്ടർലൈൻ ചെയ്യണേ. 1997 സെപ്റ്റംബർ 5 ആര്? മദർ തെരേസ ചരമം പ്രാപിച്ചത് അല്ലെ, മരിച്ചത്. ഇഹലോകവാസം വെടിഞ്ഞു എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ 1997 സെപ്റ്റംബർ 5 എങ്ങനെയുള്ള ആളായിരുന്നു? ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്നു ആര്? മദർ തെരേസ അല്ലെ. പിന്നെന്ത് ചെയ്തു? സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചു പേരുണ്ട് അതില്, അപൂർവം ചില. എല്ലാവർക്കും ഇപ്പം പറ്റില്ല അല്ലെ, ഇങ്ങനെയൊന്നും ആവാൻ നമുക്ക് പറ്റുമോ? എല്ലാവർക്കും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരാണ് മഹാന്മാരാവുന്നത്, അപൂർവം ചിലര്. അപ്പൊ അതിലൊരുവളായിരുന്നു ആര്? ഈ അമ്മ, അതായത് മദർ തെരേസ. അപ്പോ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനം. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും, ലോകം മുഴുവൻ എന്നർത്ഥം, പ്രചരിപ്പിക്കുക. എന്താണ്? പറഞ്ഞു പരത്തുന്നതിന് അല്ലേ. ആ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ. അടുത്തേരെന്നാ പറയുന്നത് നോക്കാം. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടെ അല്ലേ. ബൈബിൾ എങ്ങനെയാ? ബൈബിള് പോലെ എങ്ങനെ? വിശുദ്ധ ബൈബിളിന്റെ, വിശുദ്ധമാണ് അല്ലെ, പവിത്രമാണ്.
അതിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു ആരുടേത്? മദർ തെരേസയുടേത്. പിന്നെന്താ പറഞ്ഞേ? എന്റെ സഹോദരനിൽ ഏറ്റവും എളിയവന് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതെനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. അല്ലേ? അപ്പൊ എല്ലാവരും എന്താണ്? സഹോദരന്മാരെ പോലെ കാണാൻ തുടങ്ങി. എന്നിട്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു പറയുമ്പോ അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. അല്ലെ? പാവങ്ങളിലും നിരാലംബരിലും, നിരാലംബർ ആശ്രയമില്ലാത്തവർ, അല്ലെ? അപ്പൊ ആരോരുമില്ലാത്തവര്. അപ്പോ പാവങ്ങൾ, പാവപ്പെട്ടവരെയും, നിരാലംബർ ആരോരും ആശ്രയമില്ലാത്തവരെ, പിന്നെയോ രോഗികള്, അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിക്കുക പറഞ്ഞാ അവരൊക്കെ ഇവര് എന്താ കണ്ടത്? ദൈവത്തെ തന്നെയാണ് കണ്ടത്. ആരെങ്കിലൊക്കെ പാവങ്ങളെ, ആലംബില്ല, അതായത് ആശ്രയമില്ലാത്തവരെ, പിന്നെ രോഗികളെ, ഇവരെയൊക്കെ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തെ തന്നെയാണ് അവിടെ കണ്ടത്. അതും ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കാറുണ്ടോ? ദൈവമാണ് നമ്മളെല്ലാം രക്ഷക്കെത്തുന്നത്. അപ്പൊ അത്രയും അവരിലാണ് ദൈവത്തെ കണ്ടത്. ആരെയും? മദർ തെരേസ. ദർശിക്കുക പറഞ്ഞാൽ കാണുക. ആസന്ന മരണരായ സഹോദരങ്ങൾ, ആസന്ന മരണരായ, അതായത് ആസന്നം പെട്ടെന്നല്ലേ അടുത്ത്, മരണരായ, അതായത് മരിക്കാറായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറഞ്ഞിട്ട്. മാലാഖേനെ അറിയോ നിങ്ങൾക്ക്? ഏഞ്ചൽ. ആരാ മാലാഖ? ദൈവദൂതൻ. ദൈവദൂതൻ. ഓക്കെ അല്ലേ? ദൈവദൂതിയായിട്ടാണ്, അതായത് ദൈവല്ലേ നമ്മളെല്ലാം ഹെൽപ്പിന് വരുവാ. അതുപോലെ, അതായത് മരിക്കാറായ രോഗികളൊക്കെ, അവരുടെയൊക്കെ എല്ലാ സഹായത്തിനും ആര് ഓടിയെത്തി? മദർ തെരേസ. അതാ പറഞ്ഞ ഒരു മാലാഖയെ പോലെ, ഒരു ഏഞ്ചലിനെ പോലെ മദർ തെരേസ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ആ പാരഗ്രാഫ് പറയുന്നത് വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത്. എന്റെ സഹോദരനിൽ ഏറ്റവും എളിവന് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതെനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാലംബരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. ആസന്ന മരണരായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറന്നെത്തി. അർത്ഥം മനസ്സിലായില്ലേ? എഴുതുന്നുണ്ടോ? ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എന്നാണ്, എല്ലായിടത്തും എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, നിരാലംബർ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയമില്ലാത്തവര്. അടുത്ത പാരഗ്രാഫ് നോക്കാം. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. എന്താണ്? സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 അല്ലെ ഓഗസ്റ്റ് 27 ആര് ജനിച്ച? ഭൂജാതയാവുക. മദർ തെരേസ ഭൂജാതയായി എന്നാ പറയുക. ഭൂജാതനാവുക, ജനിക്കുക. അപ്പൊ 1910 അണ്ടർലൈൻ ചെയ്യണേ. യൂഗോസ്ലാവിയയിലെ സ്കോപ്ജയിലാണ് 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ ജനിച്ചത്. ഭൂജാതയായി പറഞ്ഞ ജനിച്ചു. അപ്പൊ യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അപ്പൊ യൂഗോസ്ലാവിയയിലെ സ്കോപ്ജയിലാണ് 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? അണ്ടർലൈൻ ചെയ്തോ? ആഗ്നസ്. പേര് ആഗ്നസ് എന്നായിരുന്നു. ചുവന്നു തൊടുത്ത ആ പെൺകുട്ടിയെ ഹോക്സ് എന്നും വിളിച്ചിരുന്നു. അല്ലെ? സുന്ദരിയായിരുന്നു ആര്? മദർ തെരേസ. അല്ലെ? ആഗ്നസിനെ എന്തുകൊണ്ടാ? ചുവന്നു തൊടുത്ത് സുന്ദരി ആയതുകൊണ്ട് എന്ത് വിളിച്ചു? ഹോക്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതും അണ്ടർലൈൻ ചെയ്യണേ. പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്താ ഹോക്സിന്റെ അർത്ഥം? പൂമൊട്ട്. പൂമൊട്ട് എങ്ങനെയുണ്ടാവുക? നല്ല സൗന്ദര്യത്തിലായിരിക്കും അല്ലെ? പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരർ ഇഷ്ടമുള്ളവരായിരുന്നു അല്ലെ? ഈശ്വര വിശ്വാസത്തിലൊക്കെ പരസേവന പ്രവർത്തനങ്ങളിലൊക്കെ ഇഷ്ടമുള്ളവരായിരുന്നു ആര്? ഈ ഹോക്സിന്റെ, അതായത് ആഗ്നസിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം ആർക്ക് ലഭിച്ചു? മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു വെച്ചാൽ അവൾക്കും സ്വാഭാവികമായി അച്ഛനമ്മമാരുടെ ആ സ്വഭാവം കിട്ടി എന്നാണ് അർത്ഥം.
അപ്പൊ ആ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഓർമ്മിക്കാൻ. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ ഭൂജാതയായി. കുട്ടിക്കാലത്തെ പേര് ആഗ്നസ് എന്നായിരുന്നു. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ്. ചുവന്നു തുടുത്ത ആ പെൺകുട്ടിയെ ഹോക്സ് എന്നും വിളിച്ചിരുന്നു. പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വരവിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു. അപ്പോ അവിടം വരെ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യണ്ട, അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം. എന്ത്? യൂഗോസ്ലാവിയയിലെ സ്കോപ്ജയിൽ 1910 ഓഗസ്റ്റ് 27 ആര് ജനിച്ചു? ആഗ്നസ്, അതായത് മദർ തെരേസ ജനിച്ചു അല്ലെ. ഹോക്സ്, ചുവന്നു തൊടുത്ത പെൺകുട്ടി, എന്താണ് പറഞ്ഞേ? ഹോക്സ് എന്നാണ് അവളെ വിളിച്ചിരുന്നത് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പൊ ആ ഒരു ആദ്യത്തെ പാരഗ്രാഫ് ആരെങ്കിലും ഒരാൾ വായിച്ചേ? ആരാ വായിക്കുന്നേ? നിങ്ങൾക്കത് മനസ്സിലായതിനു ശേഷം അടുത്ത പാരഗ്രാഫ് പോവാ. ശ്രീദേവ് ഒന്ന് വായിച്ചേ. ശ്രീദേവേ ഉറക്കെ വായിച്ചേ. ശ്രീദേവ്, പ്ലീസ് അൺമ്യൂട്ട്. ശ്രീദേവ്, ശ്രീദേവ് കൃഷ്ണ, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്തില്ലല്ലോ മോനെ. ചെയ്തോ? ഞാൻ മ്യൂട്ട് ചെയ്തില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്തേ മോൻ. പറ്റുന്നില്ലേ? ഷെഫി വായിച്ചു. ശ്രീദേവ് എന്തേ അൺമ്യൂട്ട് ചെയ്യാതെ? ഓക്കെ. പാഠം 3 കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ. വെള്ളിൽ പറവ. ഷെഫി വായിച്ചോ? ഇതെന്തേ ആരും വായിക്കാത്തെ? ഞാൻ വായിക്കാം. ഷെഫി കേൾക്കുന്നില്ല ഷെഫിക്ക്? ഓക്കെ, അൽന വായിച്ചോ. അൽന. പാഠം 3 കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ. 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്നു മദർ തെരേസ. ലോകത്തോട് യാത്ര പറഞ്ഞ ദിനം. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്വങ്ങളിൽ ഒരുവളായിരുന്നു ദയാമയിയായ ഈ അമ്മ. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത്. എന്റെ സഹോദരിൽ ഏറ്റവും ഇളയവന് നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാലംബരിലും രോഗികളും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. ആസന്നമരനായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറന്നെത്തി. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 27 മദർ തെരേസ ഭൂജാതയായി.
കുട്ടിക്കാലത്ത് പേര് ആഗ്നസ് എന്നായിരുന്നു. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ്. ചുവന്ന തൊടുത്ത് ആ പെൺകുട്ടിയെ ഹോക്സ് എന്നും വിളിച്ചിരുന്നു. പൂമുട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും തൽപരരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിലും അത്ഭുതപ്പെടാനിരിക്കുന്നു. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് അത്രേ പഠിച്ചുള്ളൂ നമ്മള് അല്ലേ? അപ്പൊ ആ ഒരു 3 പാരഗ്രാഫാണ് പഠിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ, നല്ല പോലെ വായിക്കണേ. മനസ്സിലാവാതെ ഉണ്ടോ ഇനി ആർക്കെങ്കിലും ആ പാരഗ്രാഫില്? നോ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു പാരഗ്രാഫ് കൂടി എടുക്കട്ടെ. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. അകാല ചരമം എന്ന് പറഞ്ഞ എന്താർത്ഥം? പ്രായമൊന്നാകാതെയുള്ള ചരമാണല്ലേ നേരത്തെ. അകാല ചരമം പ്രാപിച്ചു എന്ന് പറഞ്ഞ എന്താർത്ഥം? മനസ്സിലായോ? അപ്പോ അകാല ചരമം എന്ന് പറഞ്ഞാൽ നേരത്തെ മരിച്ചു അല്ലേ? അപ്പോൾ ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു ആര്? പിതാവ്. പിതാവ് പറഞ്ഞ ആരാ? അച്ഛൻ അല്ലേ? അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കഥനക്കടലിലാഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത് അല്ലേ? അച്ഛന്റെ മരണം അവരെ കഥനക്കടൽ, കഥനം ദുഃഖം അല്ലേ? കഥനക്കടൽ, ദുഃഖത്തിന്റെ കടലിൽ എന്ന് പറഞ്ഞ എന്താണ്? കടൽ എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളതാണ് അല്ലേ? അത്രയും കയത്തിലേക്കുള്ള, അത്രയും ദുഃഖത്തിലേക്ക് അവരെ വലിയൊരു സംഭവമായിരുന്നു ഈ അച്ഛന്റെ മരണം. അത് ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. എന്തുകൊണ്ടാ? അച്ഛനില്ലാതെയാണ് അല്ലേ? അമ്മയാണ് മക്കളെ നോക്കേണ്ടത്. അതുകൊണ്ടാ പറഞ്ഞത് എന്ത്? ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കഥനക്കടലിലാഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു ദുഃഖത്തിന്റെ കടലിൽ അല്ലേ? എന്നാ അങ്ങനെ പറഞ്ഞാല് വലിയ ദുഃഖം ഉണ്ടായി എന്നർത്ഥം അല്ലേ? ആഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങിയല്ലേ? അച്ഛനില്ലാതെയാണ് മക്കളെ അമ്മ ജീവിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ത്? ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞ? ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞാല് കന്യാസ്ത്രീ ആവുക അല്ലേ? അപ്പൊ എന്താണ്? ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നത് അല്ലേ? വിവാഹ ജീവിതമോ മക്കളോ കുട്ടികളോ അങ്ങനൊന്നും ഇല്ലാതെ. അതാ പറഞ്ഞ എന്ത്? 12 വയസ്സായപ്പോഴേ ആഗ്നസിൽ ആ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു. പൊട്ടിമുളക്കുക പറഞ്ഞാൽ ഉണ്ടാവുക. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നായിരുന്നു ആ ആഗ്രഹം അല്ലെ? ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കുക. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? അമ്മയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ മോളെ? അതിനുവേണ്ടി മാത്രം നീക്കുക പറയുമ്പോൾ അമ്മയ്ക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാ പറഞ്ഞ ആ അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു 2 പാരഗ്രാഫും കൂടെ മതി നമുക്കിന്ന്. നിങ്ങൾ അവിടെ വരച്ചു വെക്കണേ കേട്ടോ, നമ്മൾ ഇത്ര പേരെയാണ് പഠിച്ചത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്ത ക്ലാസ് നമുക്ക് അതിന് ശേഷമുള്ള ഭാഗം പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? നോട്ട്, അതായത് സെക്കൻഡ് ലെസന്റെ നോട്ട് എഴുതാൻ പറഞ്ഞത് എഴുതണം. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ വാക്യത്തിൽ പ്രയോഗിക്കുന്നതും സെൻഡ് ചെയ്ത് തരുന്ന സമയത്തേക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് ദേവാഞ്ജന ഒന്ന് വായിച്ച് ആ രണ്ട് പേരെ ഇപ്പൊ എടുത്ത ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ. നോട്ടിലേക്ക് എഴുതേണ്ടത് അർത്ഥം, ഓപ്പോസിറ്റ് വേർഡ്, പദങ്ങളുടെ അർത്ഥം, പിന്നെ വിപരീത പദം, പിന്നെന്താ ചേർത്ത് എഴുതുക. ഓക്കെ, വായിച്ചോ. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ
മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കടനകടലിൽ ആഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസ് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇനി ആരാ ഒരാളും കൂടെ വേണമെങ്കിൽ വായിക്കാം. ആരാ വായിക്കുന്നേ? ഓക്കെ, ആൻഡ്രോസ് അത് കഴിഞ്ഞ് ഞാൻ തരാം. ആദ്യം മുതൽ വായിക്കണ്ട, ആഗ്നസിന്റെ മുതൽ വായിച്ചോ. നമ്മൾ ഇപ്പൊ എടുത്ത 2 പാരഗ്രാഫ്. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കടലിൽ ആഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, നെക്സ്റ്റ് അമയ വായിച്ചോ. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്പിജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കടനക്കടലിൽ ആഴ്ത്തിയ വലിയൊരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, ഒരാൾക്കും കൂടി വായിക്കാം. ദേവപ്രിയ. ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. ആ കുടുംബത്തെ കടനക്കടലിൽ ആഴ്ത്തിയ വലിയ ഒരു സംഭവമായിരുന്നു അത്. ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഇത്രയും പിന്നെ അടുത്തത് വരെയുള്ള ഭാഗം എല്ലാ മക്കളും വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. നല്ലൊന്ന്, തെറ്റൊന്നും ഇല്ലാത്തത് കേട്ടോ. 2-3 തവണ ഇന്ന് പഠിപ്പിച്ച ആദ്യം മുതൽ ഇന്ന് എടുത്തത് വരെയുള്ള ഭാഗം. ഓക്കെ, നമ്മുടെ കോപ്പി ബുക്കിൽ എന്താ എഴുതുന്നത് ഇപ്പൊ നിങ്ങള്? നമ്മുടെ കോപ്പില്ലേ, എന്താ എഴുതിയത്? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി. ഇനി ചിഹ്നങ്ങൾ എഴുതിക്കോ. വെച്ച് ചിഹ്നങ്ങൾ എഴുതിക്കോ കേട്ടോ. എഴുതിയോ? ഏതുവരെയുള്ള അക്ഷരങ്ങൾ എഴുതി? ചിഹ്നങ്ങളാണ് മിസ്സേ. ആ ചിഹ്നങ്ങൾ എഴുതിക്കോ ഇന്ന് കേട്ടോ. ആഗ്നസെ കേൾക്കുന്നില്ലേ മോളെ? ഇനി ചിഹ്നങ്ങൾ എഴുതിക്കോ. കാ വെച്ച് എഴുതുമ്പോ കാ, കി, കു, കിറ്, കെ, കൈ, കോ, കൗ, കം.
അത്രയും എഴുതുക. നെക്സ്റ്റ് ച, ച ച, ചി ചി. മനസ്സിലായോ? യെസ്, പറഞ്ഞോളൂ അന്ന. അക്ഷരം എഴുതണോ? ഏതക്ഷരം? തന്നെ എഴുതണോ? ആ, അങ്ങനെ എഴുതുക. ചാ ച. അല്ല, അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഇഷ്ടമില്ല എഴുതുക. മിസ് കാ ച ട ത പ ഓർഡറിൽ തന്നെ വന്നോട്ടു എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. നമ്മുടെ ആദ്യത്തെ അക്ഷരം ഏതാ വരുക? കക്ക കക്ക എന്നിലെ ക, ചച്ച ചച്ച എന്നിലെ ച അല്ലേ? അതുകൊണ്ട് പറഞ്ഞാണ് ക ച ട ത പ. ഓക്കെ, അത്രയും അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക്? യ ര ല വ ശ ഷ സ ഹ ള ര റ ഇത്രയും അക്ഷരം വെച്ചു എഴുതാം. അപ്പൊ നിങ്ങൾ ഏകദേശം എല്ലാ ചിഹ്നങ്ങളും നല്ലോണം തറവാവും. ചിഹ്നങ്ങൾ ഇടാൻ ബുദ്ധിമുട്ടില്ല കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഇത് എഴുതാൻ പറഞ്ഞത്. അത് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിഹ്നങ്ങൾ എഴുതാം. ഏതൊക്കെയാ നമ്മുടെ മലയാളത്തിലെ ചിഹ്നങ്ങള്? ഏതൊക്കെയാ ചില്ലുകള്, ചില്ലക്ഷരങ്ങള്? ഏതൊക്കെയാണ് നമ്മുടെ മലയാളത്തിലെ ചില്ലക്ഷരങ്ങള്? ആർക്കറിയാം? ആ, ഇർ, ഇൻ, ഇൽ, ഇൻ, ഇൾ 5 എണ്ണം അല്ലേ? ചില്ലക്ഷരങ്ങളും ചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതുക ഒരു പ്രയാസവും ഇല്ല. ചിലവർ എഴുതുന്ന സമയത്ത് വള്ളിയില്ല, ഏച്ചിനില്ല, അങ്ങനെയെല്ലാം വരുമ്പോ എന്താണ്, വാക്കുകളേ മാറിപ്പോവും നിങ്ങൾ എഴുതുമ്പോ അല്ലേ? എത്ര മാറും? വെള്ളിൽ പറവാന്ന് എഴുതുമ്പോ വെള്ളൽ പറവാന്ന് എഴുതിയാലോ വള്ളിയില്ലെങ്കിൽ പോയില്ലേ, എല്ലാം തെറ്റി. അതേപോലെ നോട്ട് എഴുതി അയക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നോട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറും ബാക്കി പ്രയോഗിക്കുന്നതും. ഓക്കെ, ബൈ. നമ്മുടെ സമയം കഴിഞ്ഞു. ബൈ, സി യു. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ബൈ.